മേയർ മാർത്തോമായുടെ മക്കൾ ഘോഷിക്കുകയായി ലോകം മുഴുവൻ ഒരു ജനമായി തിരുവചനം. ആർഷഭാരത സംസ്കാരത്തിൽ ഉദയം കൊണ്ടൊരു നവജനത. ഇന്നീ സഭതൻ മഹിത ചരിത്രം സാന്ദ്രം ശ്രേഷ്ഠം ദീപ്തം. പള്ളികളേഴര തോമാശ്ലീഹ പടുത്തുയർത്തിയതോർക്കാം. വിശ്വാസത്തിന് ദർശനമേകും മാർത്തോമാതൻ സച്ചരിതം. ശ്ലീഹ നാട്ടിയ ശ്രീവാർത്തണലിൽ മുന്നേറും നാം ദൈവജനം. തനിമ വിടാതെ കാത്തീരാം ദൈവിക ശ്ലൈഹിക സൂത്രം. Very Reverend Father John William to extend the words of welcome to all of us. As we all know, he is coordinating the Jubilee celebration and also he has rendered so many activities, coordinated so many activities as part of this Jubilee celebration. Jonathan, welcome. Thank you, I stand before you to warmly welcome each one of you to the inauguration of the Jubilee of St. Thomas Sermon Party of Chicago. I invite our Father and Head of our Diocese, Bishop Mark Joy, for the formal inauguration of this Jubilee of our Diocese and also the Episcopal Ordination Anniversary of our Bishop Emeritus, Bishop Mark Jacob. After this inaugural address, he will lead us by the Jubilee prayer, followed by he will light the lamp. Welcome to the 2001 മാർച്ച് 13 പരിശുദ്ധ പിതാവ് ബഹുമാനപ്പെട്ട ജേക്കബ് അങ്ങാടിയത്ത് അച്ഛനെ അമേരിക്കൻ ഐക്യനാടുകളിലെ സീറോ മലബാർ കത്തോലിക്കരുടെ മെത്രാനായും കാനഡയിലെ സഭാംഗങ്ങളുടെ അപ്പസ്തോലിക് വിസിറ്ററായും നിയമിച്ച വിവരമറിയുന്നു. അവരെല്ലാം ഒരേ സഭാബോധത്തിലേക്ക് നയിക്കുക എളുപ്പമായിരിക്കുകയില്ല. ആഗമനത്തിന്റെയും മരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയായിരിക്കുന്ന ഈ മഹാജൂബിലിയുടെ നിറവിൽ തന്നെ അമേരിക്കയിലെ പാരമ്പര്യയുടെയും ജയിക്കുകയുടെയും ജൂബിലി ഞങ്ങൾ ആഘോഷിക്കുന്നു. നാളിതുവരെ അങ്ങയുടെ ആഘോഷങ്ങളെയും ഞങ്ങളുടെ കാലത്തിലും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇതിന് പരിശ്രമിക്കുന്നവരെയും സഹായിക്കുന്നവരെയും അങ്ങയുടെ ബന്ധത്തിനും ഞങ്ങളുടെ വിശ്വാസ കൂട്ടായ്മയ്ക്കും ഉതകുന്ന വിധത്തിൽ ഇവയെ ക്രമീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മുമ്പിൽ മധ്യസ്ഥരായി പ്രാർത്ഥിക്കണമേ. ഇതിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സത്യം ജീവൻ മാർഗവും ഒരുപോൽ സുതരിൽ നിതരാം കൃപയാകാൻ മിശിഹ നൽകിയ സ്നേഹപ്രഭയിൽ വിശ്വം മുഴുവൻ തെളിയട്ടെ. അജപാലകനായി വാണിയിടട്ടെ തിരുസഭ തലവൻ മാർപ്പാപ്പ. സീറോ മലബാർ സഭയുടെ താതൻ നിരതം നമ്മെ നയിക്കട്ടെ. ജയ ജയ പാരിൽ വിശ്വതയായി സീറോ മലബാർ സഭയെന്നും. ജയ ജയ തോമാശ്ലീഹ ക്രിസ്തുവിന്റെ ശിഷ്യൻ. ജയ ജയ പാരിൽ വിശ്രുതയായി സീറോ മലബാർ. എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. അങ്ങയുടെ ഔന്നര്യമായ രാജ്യത്തിന് കർത്താവെ അങ്ങേക്ക് സ്തുതിക്കാൻ കർത്താവിന് കരുണയുണ്ടായി എന്നുള്ളതാണ് എനിക്ക് എവിടെയും പറയാനുണ്ടായിരുന്നത്. ഇന്നും അത് തന്നെയാണ് നിങ്ങളോടൊപ്പം ആവർത്തിക്കാറുള്ളത്. കർത്താവിന് പരിശീലനോട് ചേർന്ന് നന്ദി പറയാനുള്ള അവസരം ജൂബിലിക്കൊക്കെയും നന്ദിയുടെ പ്രകാശനമാണിത്. Bishop Angadi for the inspiring message. Now I invite our Father George Nagale, Chancellor, to introduce final statement of the Evangelism. നമ്മുടെ രൂപതയുടെ ജൂബിലിയോടനുബന്ധിച്ച് ജൂബിലിയെ കുറിച്ച് ആദ്യം ചിന്തിച്ചപ്പോൾ രൂപതയുടെ ജൂബിലി എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ചിന്തയിൽ വന്നത് the first step should be a self-evaluation, a self-assessment.
സാക്ഷാൽ ദൈവം മൂവരുവൻ താൻ മാർത്തോമായുടെ സുഹൃതത്താൽ സൂക്ഷ്മമതായി ചരിതം പാടുവതിനടിയനു തുണയരുളണമേ. അരുൾ മാർഗത്തിൻ ഗുരുവരനാകിന മമനാമകനാം മാർത്തോമാ പെരുമാൾ ചോഴൻ്റാളായുള്ളോരവാനോടു സഹിതം കൂടി. വളർച്ചയ്ക്ക് കാരണഭൂതനുമായ അഭിമന്യ അങ്ങാടിത്തരാവിലെ സ്നേഹാദരവുകൾ നൽകുന്നതിനും ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. രൂപതയുടെ 25ാം വാർഷികവും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ സപ്രാർത്ഥന പ്രാർത്ഥനയുടെ സിൽവയുടെ കോട്ടയ നമുക്ക് സങ്കേതവും രക്ഷയുമാണ്. അതിൻ്റെ കടലിൽ അതിൻ്റെ തൊഴിൽ നമുക്ക് സംരക്ഷണം നേടാം, പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാ ഒരു ജൂബിലിയുടെ അനുഗ്രഹങ്ങൾ നേരുകയാണ്. ഈ അവസരം നമുക്കൊരു റിന്യൂവൽ ടൈമാണ്. നമുക്ക് ചിന്തിക്കാനും ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാനും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഈ പാരമ്പര്യവും നമ്മുടെ പൈതൃകവും പകർന്നു കൊടുക്കാനും ഒരു അവസരമാണ്. Americans, we often found ourselves balancing two worlds, our deep-rooted Indian heritage and the culture we embraced here. Bishop Agadia played a vital role in ensuring we never had to choose between the two. We are God for gracing us with His presence today. Your leadership, guidance, continue to inspire us as we navigate our day. On behalf of the entire community, I would like to extend sincere gratitude to Bishop Emeritus Mark Jacob Agadia, whose pioneering vision and unwavering commitment laid the foundation of our diocese. Your episcopal ordination and the formal inauguration of our community. പ്രതീകാത്മകമായ ഒരു ചടങ്ങാണ്. നമുക്കറിയാം, നമ്മുടെ വിശ്വാസം തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്. ആ വിശ്വാസ ദീപം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഈ അമേരിക്കയിലൂടെ എത്തിയപ്പോൾ ഇവിടെ ഒരു വിശ്വാസ സമൂഹത്തെ രൂപപ്പെടുത്തുവാനും അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തവരുണ്ട്. ആ വിശ്വാസ ദീപം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ചേരണം എന്നുള്ള കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ദീപം കത്തിക്കാനും അതുപോലെ തന്നെ ആ ദീപം ആദ്യമേ ഏറ്റെടുക്കാനും സ്നേഹബഹുമാനമുള്ള അച്ഛന്മാരെ ക്ഷണിക്കുകയാണ്. അറബിയായിൽ കപ്പൽ കയറി മാലിൻ കരവന്നെത്തിയതാ അറിവിൻ പറവൻ മിശിഹാകാലം 50 ധനുവം രാശിയതിൽ അതിശയ കൃതിയാൽ അഷ്ടദിനം കൊണ്ടവിടെ മാർഗം സ്ഥാപിച്ചു. അതിനുശേഷം ദ്രുതഗതി കൊണ്ടു ഉടനെ മയിലാപ്പൂരത്തി. ഒരു മാസത്തിനിടയിൽ തിരികെ കേരള നാട്ടിൽ താൻ വരുവാൻ തിരുവഞ്ചിക്കുളത്തര ജന്മരുമകനാദേശത്തിൽ ചെന്നെത്തി. തൃക്കാൽ മുത്തി അപേക്ഷ കഴിച്ചു കപ്പലിൽ യാത്ര അവർ ചെയ്തു. തർക്കം കൂടാതമ്പത്തൊന്നാം ധനുവിൽ മാല്യങ്കരെ വന്നു. രാജകുടുംബത്തോടെ കാവ്യർ 3000 അവിശ്വാസികളും രാജ്യത്തിങ്കൽ വന്നു വസിക്കും 40 യൂതഗണങ്ങളുമായി. 1.5 വർഷങ്ങൾക്കുള്ളിടയിൽ മാമോദീസ കൈക്കൊണ്ടു. വന്ദനങ്ങൾക്കായി സ്ഥാപിച്ചിവിടെ ശ്രീവായോടെ ആലയവും. എല്ലാം കേപ്പായെ കൂട്ടാക്കി ദക്ഷിണദേശേ താൻ പോയി. കൊല്ലം ഗ്രാമമതിലൊരു വർഷം അറിയിച്ചു താൻ മാർഗത്തെ. 1400 പേരെ മാമോദീസ മുക്കി. ആരാധനകൾക്കായൊരു ശ്ലീവ സ്ഥാപിച്ചു താൻ.
ഈശ്വരത്തെത്തി. അഴകാലവിടെയും ഒരു വർഷത്തിട അറിയിച്ചു താൻ മാർഗത്തെ. 1000 പേരെ മാമോദീസയും മുക്കി. ആരാധനകൾക്കായൊരു ശ്ലീവ സ്ഥാപിച്ചു താനവിടേക്കും. കിഴക്കൻ വഴിയായി അവിടുന്നുടനെ മലനഗരം ചായൽക്കെത്തി. പിഴയാതവിടെയും ഒരു വർഷത്തിടറിയിച്ചു താൻ മാർഗത്തെ. 1000 പേരെ മാമോദീസയും മുക്കി. ആരാധന മുറയുടെ സ്ലീവ സ്ഥാപിച്ചു താനവിടേക്കും. ശുദ്ധതയോടിവർ വന്ദിക്കുന്ന ശ്രീവായേ ആ ഗ്രാമക്കാർ. അശുദ്ധത ചെയ്തു നിന്ദിച്ചതിനാൽ ശാപം ചെയ്തിതു ഗ്രാമത്തെ. അവിടത്തിൽ മുൻ സ്ഥാപിച്ചുള്ളൊരു ശ്രീവായെ പിഴുതുടനെ താൻ അവിടത്തിനെതിർത്തേക്കേ ഭാഗം നിരണത്തിൽ സ്ഥാപിപ്പാനായി. ആചാര്യൻ തോമായെന്നാൾക്കും ക്ഷമയോനും താനേൽപ്പിച്ചു. ആചാരത്തിനൊരാലയം അവിടെ കൽപ്പിച്ചുടനെ താൻ വാങ്ങി. വടമേക്കായി നടകൊണ്ടുകൊക്ക മംഗലഗ്രാമേ താൻ ചെന്നു. പിഴയാതവിടെയും ഒരു വർഷത്തിട അറിയിച്ചു താൻ മാർഗത്തെ. 1000 പേരെ മാമോദീസ മുക്കി. ആരാധന മര്യാദകളോടെ സ്ഥാപിച്ചവിടെ ശ്ലീവായും. അവിടുന്നുടനെ നടകൊണ്ടങ്ങനെ കോട്ടക്കായൽ ചെന്നെത്തി. അവിടെയും അതുപോലൊരു വർഷത്തിട മാർഗത്തെയും അറിയിച്ചപ്പോൾ 1770 പേരെ മാമോദീസ മുക്കി. ആരാധന ശ്ലീവായോടു മുറകൾ കൽപ്പിച്ചു താനവിടേക്കും. മാസത്തെ പാർപ്പിനു ശേഷം ഉത്തരഭാഗേ നടകൊണ്ടു. അരമാസത്തെ ഇടകൊണ്ടങ്ങനെ പാലൂർ ഗ്രാമം ചെന്നെത്തി. ഒരു വർഷത്തിടയവിടങ്ങളിലും മാർഗത്തെ അറിയിച്ചപ്പോൾ 1050 പേരെ മാമോദീസ മുക്കിയ ശേഷം ബന്ധനനിഷ്ഠകളെല്ലാത്തെയും ആയവരൊക്കെ ചെയ്യുവാനായി സുന്ദര ഭാഷയിലൊരു ശ്ലീവായും സ്ഥാപിച്ചു താനവിടത്തിൽ. മലയാളത്തിനു തിരികെ വരുവാൻ താൻ കരയാത്ര ചെയ്യുമ്പോൾ മാലാഖമാരുടെ തുണയാലേ മലയാറ്റൂർ താൻ വന്നെത്തി. 2 മാസങ്ങളിൽ അവിടങ്ങളിലും
താൻ അറിയിച്ചു. 220 വിശ്വാസികളെ താൻ മാമോദീസാമുക്കി. പല പല രാജ്യങ്ങളിലും തന്നെ അരുൾമാർഗത്തിനറിയിപ്പാൽ പല ജാതികളെ മിശിഹാപക്കൽ ചേർത്തൊരു ശ്ലീഹാമർത്തോമാ. 72 കർക്കിടകത്തിൽ 3 ദിവസം പുലർക്കാലേ വഴിയാത്രകനായി താൻ ചേരുന്നിതു മൈലാപ്പൂരിൽ ചിന്നമലയ്ക്ക്.